ഒരേ പേരുള്ള പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെയാണ് സ്ഥലങ്ങളും. ഒരേ പേരുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാൻ കഴിയാറുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോ. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചിറ്റൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന എനിക്ക് വളരെ പരിചിതമായൊരു സ്ഥലം. എന്നാൽ ഇതേ പേരിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. ഒരുപക്ഷെ ഗൂഗിളിൽ തപ്പിയാൽ ആദ്യം വരുന്നത് ആ സ്ഥലത്തിൻ്റെ പേരായിരിക്കും. പട്ടാമ്പി താലൂക്കിലാണ് ഈ പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കൂടല്ലൂർ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടാമ്പി താലൂക്കിലും ഒരു കൂടല്ലൂരുണ്ട്, ചിറ്റൂർ താലൂക്കിലും ഒരു കൂടല്ലൂരുണ്ട്. ചിറ്റൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പല്ലാവൂരിനടുത്തുള്ള കൂടല്ലൂരിലെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് നെന്മാറയിലേക്ക് പോകുന്ന വഴിമധ്യേ കാണാൻ കഴിയുന്ന നോക്കെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളുള്ള മനോഹരമായൊരു സ്ഥലം. ഇതുവഴി എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഈ ഒരു സ്ഥലത്ത് എന്തായാലും വണ്ടി നിർത്താറുണ്ട്. എത്ര വെയിലാണേലും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയാറ്. അങ്ങനെ ഒരു യാത്രക്കിടയിൽ എടുത്ത തീരുമാനമാണ് ഇന്നത്തെ ഈ വീഡിയോ. കൂടല്ലൂരിലെ മനോഹരമായ ചില കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാം. ഓരോ നാടിൻ്റെ പേരിന് പിന്നിലും ഓരോ കഥകളുണ്ട്. കൂടല്ലൂർ എന്ന ഈ പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. ആ പേരിന് പിന്നിലുള്ള സത്യം ഈ നാട്ടിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടല്ലൂർ പാലമാണത്. നെന്മാറയെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വഴിയിലാണ് ഈ കൂടല്ലൂർ പാലം സ്ഥിതി ചെയ്യുന്നത്. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ രണ്ട് പുഴ ഒന്നായി മാറുന്നത് ഇവിടെ കാണാൻ കഴിയും. രണ്ട് പുഴ ഒന്നായി മാറുന്ന ഇടം ആ നാടിനെ കൂടല്ലൂർ എന്ന് വിളിക്കാൻ തുടങ്ങി. കൂടല്ലൂർ എന്ന പേരുണ്ടാവാൻ കാരണം ഈ പുഴയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ രണ്ട് പുഴകൾ കൂടിച്ചേരുന്നിടം കൃത്യമായി കാണാൻ കഴിയും. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഗായത്രി പുഴയും മലമ്പുഴയും ഒന്നുചേരുന്ന സ്ഥലമാണിവിടം എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നാട് എന്നതിന് ഊര് എന്നൊരു വാക്കുകൂടിയുണ്ട്. പുഴകൾ കൂടുന്ന നാട്, അതാണ് ഈ കൂടല്ലൂർ എന്ന വാക്കിന് പിന്നിലുള്ള അർത്ഥമെന്ന് ഈ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പാലത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണത്. പാലത്തിനടുത്തുകൂടി ഒരു വഴി കടന്നു പോകുന്നുണ്ട്. അതുവഴി ഒന്ന് പോയി നോക്കാം. പുഴയുടെ അരികത്തായുള്ള ഒരു വഴിയാണത്. ഒരു ഭാഗത്ത് പുഴയും മറുഭാഗത്ത് നെൽപ്പാടങ്ങളും. ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ഈ പുഴയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. രണ്ട് പുഴകൾ ഒന്നിക്കുന്നൊരിടം. വളരെ വ്യത്യസ്തമായ രണ്ട് പുഴകൾ. അതായത് ഒന്ന് വളരെ ശാന്തമായി ഒഴുകി വരുന്നു, എന്നാൽ രണ്ടാമത്തെ പുഴ നേരെ തിരിച്ചും ഉഗ്രരൂപത്തിൽ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ. വ്യത്യസ്ത സ്വഭാവമുള്ള ഈ രണ്ട് പുഴകൾ ഒരുമിച്ച് ചേർന്ന് ശാന്തമായി വീണ്ടും മുന്നോട്ട് ഒഴുകുന്നു. ഗായത്രി പുഴ തന്നെയാണ് മുന്നോട്ട് ഒഴുകുന്നത്. ഈ പുഴ പിന്നീട് ആലത്തൂർ പഴയന്നൂർ വഴിയെല്ലാം യാത്ര ചെയ്ത് മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയെ ചേരുന്നു. ഈ നാട്ടുകാരിൽ നിന്നറിഞ്ഞ മറ്റൊരു കാര്യം, കൊങ്ങൻ പുഴ എന്നും ഈ പുഴയെ പേരിട്ട് വിളിക്കുന്നുണ്ട്. കൊങ്ങൻ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഈ കൂടല്ലൂർ പാലത്തിന് കൊങ്ങൻ പാലം എന്ന വിളിപ്പേരിലും അറിയപ്പെടുന്നുണ്ട്. പുഴയുടെ അരികത്തായി നോക്കെത്താ ദൂരത്തോളമുള്ള നെൽപ്പാടങ്ങൾ കാണാൻ കഴിയും. അത് തന്നെയാണ് ഈ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത. പലതവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ നാടിനെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ എന്നും ഇതുപോലുള്ള വഴികളിലൂടെ നടക്കാൻ കഴിയണം എന്നൊരാഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ട്. ഇതൊരു പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. പക്ഷേ കേരളത്തിൻ്റെ തനതായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. കൂടല്ലൂരിൻ്റെ പേരിന് പിന്നിലുള്ള രഹസ്യവും കൂടല്ലൂർ പാലവും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയുമുണ്ട് ഈ നാട്ടിൽ കാണാൻ കുറേ കാഴ്ചകൾ. ആ കാഴ്ചകൾ കാണാനായി കൂടല്ലൂരിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോവാം. മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു റോഡ്. കുറച്ചു ദൂരം മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ കാർത്യായനി ഭഗവതി ക്ഷേത്രം കാണാൻ കഴിഞ്ഞു. പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരുന്നത് പോലുള്ള ഒരു പഴയ ഭഗവതി ക്ഷേത്രം. ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനിടയായി. അതായത് ഈ ഭഗവതി ക്ഷേത്രത്തിന് കൂടല്ലൂർ കാർത്യായനി സംഗമേശ്വരി ക്ഷേത്രം എന്നുകൂടി പറയുന്നുണ്ട്. സംസ്കൃതത്തിൽ സംഗമപുരി എന്ന് പറയും. സംഗമം എന്ന് വെച്ചാൽ ഒന്നിക്കുന്ന, പുരി എന്ന് വെച്ചാൽ നാട്. രണ്ട് പുഴകൾ സംഗമിക്കുന്ന അല്ലെങ്കിൽ കൂടുന്ന നാട്. നാടിന് ഊര് എന്നൊരു വാക്കുകൂടിയുണ്ട്. ഇതെല്ലാം ഈ നാട്ടിലെ ചില ആളുകളുമായുള്ള സംഭാഷണത്തിനിടയ്ക്ക് കിട്ടിയ അറിവായിരുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ
വലിയൊരു കുളവും കാണാൻ കഴിയും. ക്ഷേത്രത്തിനും കുളത്തിനോടത്തായി കുറേ പഴയ തറവാടുകളുണ്ട്. ക്യാമറയായി ക്ഷേത്രത്തിനകത്ത് കയറുന്നില്ല. ഇനി വീണ്ടും മുന്നോട്ട് പോവാം. ഇനിയും കുറച്ചുകൂടി കാഴ്ചകൾ ഈ നാട്ടിൽ കാണാനുണ്ട്. ഗ്രാമത്തിനകത്ത് കുറച്ച് പഴയ അഗ്രഹാരങ്ങളും കാണാൻ കഴിയും. ചില അഗ്രഹാരങ്ങളെല്ലാം മാറി അവിടെ പുതിയ വീടുകൾ വന്നു കഴിഞ്ഞു. പോകുന്ന വഴിയിലായി ഒരു ഭഗവതി ക്ഷേത്രം കൂടിയുണ്ട്. കൂടല്ലൂരിലെ അഗ്രഹാരങ്ങൾക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിനരികിലായി ഒരു ആൽത്തറയുണ്ട്. ആൽത്തറയ്ക്കടുത്തായി പഴയ ഒരു കവല കാണാൻ കഴിയും. ഈ കവലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പഴയ കടയും ഓടിട്ട കെട്ടിടമെല്ലാം കാണുമ്പോൾ എവിടെയോ കണ്ടു മറന്നതുപോലുണ്ട്. മലയാള സിനിമകൾ സ്ഥിരമായി കാണുന്നവർ ഉറപ്പായും ഈ സ്ഥലവും കണ്ടു കാണും. കുഞ്ഞിരാമായണം പോലുള്ള പ്രശസ്തമായ ഒട്ടനവധി മലയാളം സിനിമകൾക്ക് ലൊക്കേഷനായൊരു സ്ഥലമാണത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കടയാണത്. കാലം കുറെ കടന്നുപോയാലും ജീവിത രീതികൾക്ക് മാറ്റം വന്നാലും ചിലയിടങ്ങൾ അവ നമ്മെ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന പഴയ കടയും കെട്ടിടവും. കുട്ടിക്കാലം മുതൽ കൂടല്ലൂർ വഴി എപ്പോൾ യാത്ര ചെയ്താലും പുറത്തേക്ക് കണ്ണെന്നിട്ടിരിക്കാറുണ്ട്. അത്രയും മനോഹരമായ കാഴ്ചകളാണ് കൂടല്ലൂർ വഴിയുള്ള യാത്രകളിൽ ഈ നാട് സമ്മാനിക്കുന്നത്. ഏതൊരു വഴിപോക്കനെയും ആകർഷിക്കാൻ കഴിവുള്ള നോക്കത്താ ദൂരത്തുള്ള നെൽപ്പാടങ്ങളാണ് ഈ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത. നെൽപ്പാടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് അതിനിടയിലുള്ള വഴിയിലൂടെ നല്ല ചൂട് കാറ്റും കൊണ്ടൊന്ന് മുന്നോട്ട് നടക്കാം. ഈ വഴി നേരെ ചെന്ന് അവസാനിച്ചത് പുഴയുടെ അടുത്താണ്. പരിചയമില്ലാത്തൊരു വഴിയായിരുന്നു, പക്ഷെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ വഴി എനിക്ക് സമ്മാനിച്ചത്. പച്ചപ്പിനിടയിലുള്ള ഒരു ചെക്ക് ഡാമും അതുവഴി കുത്തിയൊലിച്ചു പോകുന്ന വെള്ളവും ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ കഴിഞ്ഞൊരു കാഴ്ചയാണത്. പ്രതീക്ഷിക്കാതെ കാണാൻ കഴിയുന്ന ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾക്ക് എന്നും മനസ്സിലൊരിടം നേടിയെടുക്കാൻ സാധിക്കാറുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട പ്രതീതിയാണ് ആ പുഴയിലേക്ക് നോക്കുമ്പോൾ. വെള്ളം അധികം ഇല്ലാത്ത സമയമാണ് പുഴയുടെ അക്കരയിലേക്ക് നടന്നു പോകാൻ കഴിയും. നല്ല വെയിലുണ്ടെങ്കിലും കുറച്ച് തണലുള്ള ഭാഗത്താണ് ഞാനിവിടെ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ കാഴ്ച മതിയാവോളം ആസ്വദിക്കാൻ കഴിയും. തിരിച്ച് നടന്നു തുടങ്ങിയെങ്കിലും ഈ നെൽപ്പാടങ്ങളുടെ പച്ചപ്പ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. പുഴയുടെ സാന്നിധ്യം ഈ നാട്ടിലെ കൃഷിക്കൊരു ആശ്വാസമാണ്. കൂടല്ലൂരിൻ്റെ ഗ്രാമഭംഗി തേടിയുള്ള യാത്രയായിരുന്നു ഇത്. പക്ഷേ ഈ നാട്ടിൽ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളായി സംസാരിച്ചപ്പോൾ കൂടല്ലൂരിനെ ഒരുപാട് അടുത്തറിയാൻ കഴിഞ്ഞു. ഒരു യാത്ര കൊണ്ട് ഒരിക്കലും ഒരു നാടിനെ മുഴുവനായി കാണാനോ അറിയാനോ കഴിയില്ല. ഇനിയുമുണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകൾ. ഈ നാട്ടിലെ വഴികളിലൂടെ ഇനിയും മുന്നോട്ട് യാത്ര ചെയ്താൽ ഒരുപാട് കാഴ്ചകൾ കാത്തിരിപ്പുണ്ടാവും. 2022 സെപ്റ്റംബറിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണത്. ഒക്ടോബർ അവസാനത്തോടുകൂടി ഇവിടെയെല്ലാം കൊയ്ത്ത് കഴിയും. കൊയ്ത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പച്ചപ്പ് ഇവിടെ കാണാൻ കഴിയില്ല. കൂടല്ലൂർ ഗ്രാമം കാണാൻ ഒരു യാത്ര പുറപ്പെടുവാണെങ്കിൽ ഈ പച്ചപ്പ് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കണം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.